ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം വലിച്ചെറിയുന്ന വിവരം അത് വളരെ സജീവമായി കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഈ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ നഗരസഭ തുടർ നടപടി ശക്തമാക്കിയെങ്കിലും കാര്യക്ഷമതയോടെ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. മാലിന്യവുമായി കരാറുകാർ നെട്ടോട്ടമോടുന്ന പശ്ചാത്തലമുണ്ട്. വീടുകളിൽ നിന്നും കടകളിൽ നിന്നും കിലോ കണക്കിന് കണക്ക് പറഞ്ഞ് ഇതിന്റെ തുക പറഞ്ഞ് ഇവർ മാലിന്യങ്ങൾ ശേഖരിക്കും. തമിഴ്നാട്ടിലെ പന്നി ഫാമുകളിലേക്ക് കയറ്റി അയക്കുമെന്നാണ് വെപ്പ്. എന്നാൽ അർദ്ധരാത്രി കഴിഞ്ഞ് നഗരത്തിലിറങ്ങിയാൽ കാണാം മാലിന്യം നിറച്ച ഓട്ടോറിക്ഷകളിലും കാറുകളിലുമുള്ള പരക്കം പാച്ച്. ആയിരക്കണക്കിന് വീടുകൾ, ബഹുനില ഫ്ളാറ്റ് സമുച്ചയങ്ങൾ, ടൺ കണക്കിന് ജൈവവും അജൈവവുമായ മാലിന്യമാണ് ഓരോ ദിവസവും തലസ്ഥാനത്ത് ഉണ്ടാകുന്നത്. ഇവയെല്ലാം എന്തു ചെയ്യുന്നു? എവിടേക്ക് കൊണ്ടുപോകുന്നു? തമിഴ്നാട്ടിലെ പന്നി ഫാമുകൾക്ക് ഇത്രയധികം മാലിന്യങ്ങൾ നൽകുന്നുവെന്ന് പറയുന്നതിലെ വാസ്തവമെന്ത്? രാത്രിയുടെ മറവിൽ, ഇരുട്ടിന്റെ മറവിൽ തലസ്ഥാനത്തിന്റെ തെരുവീതികളിലും അതുപോലെ ആമയിഴഞ്ചാൻ തോട് പോലെയുള്ള ജലാശയങ്ങളിലും ഈ മാലിന്യമൊക്കെ വലിച്ചെറിയുന്നുവെന്ന് പറയുന്നതിൽ എത്രത്തോളം വസ്തുതയുണ്ട്? ന്യൂസ് 18 അന്വേഷിക്കുന്നു. വടേക്കാടിന് സമീപമാണ് ഞാനുള്ളത്. ഇവിടെ ഈ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങളാണ് ഇങ്ങനെ ബാരലുകളിൽ ഇട്ട് വച്ചിരിക്കുന്നത്, ശേഖരിച്ച് വച്ചിരിക്കുന്നത്. പകൽ സമയങ്ങളിൽ ശേഖരിച്ച് വയ്ക്കുകയും അർദ്ധരാത്രിയും അതുപോലെ തന്നെ അതിരാവിലെയും ഒക്കെ ഇവിടെ നിന്ന് ഓട്ടോറിക്ഷകളിലും അതുപോലെ സ്കൂട്ടറുകളിലുമൊക്കെ വന്ന് ഇവിടെ നിന്ന് ബാരൽ കയറ്റിക്കൊണ്ട് പോകുന്നത് ഇവിടുത്തെ പതിവ് കാഴ്ചയാണ്. ഇത്തരം മാലിന്യങ്ങളാണ് പലപ്പോഴും ആമയിഴഞ്ചാൻ തോടക്കമുള്ള തോടുകളിലേക്ക്, ജലാശയങ്ങളിലേക്ക്, പൊതുനിരത്തുകളിൽ അല്ലെങ്കിൽ ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലേക്കൊക്കെ വലിച്ചെറിയുന്നത്. വീടുകളിലും ഫ്ളാറ്റുകളിലും മാത്രമല്ല, വ്യാപാര സ്ഥാപനങ്ങളിലെ മാലിന്യ നിർമ്മാർജ്ജനവും പ്രധാനമാണ്. ഹോട്ടലുകൾ, അസംഖ്യം തട്ടുകടകൾ, ജ്യൂസ് പാർലറുകൾ, ഇവിടെയെല്ലാം ദിനംപ്രതി ടൺ കണക്കിന് മാലിന്യങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ മാലിന്യങ്ങൾ എല്ലാം ഇവർ എന്താണ് ചെയ്യുന്നത്? പനവിള ജംഗ്ഷനിലെ ഒരു കടയുടെ മുന്നിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ ഞങ്ങൾ പകർത്തിയത്. കടയിൽ നിന്നുള്ള മാലിന്യങ്ങൾ കാറിൽ കയറ്റുന്നു. അവിടെ നിന്ന് നന്ദൻകോട്ടെ മറ്റൊരു കടയിലേക്ക്. ഞങ്ങളെ കണ്ടതോടെ പല വഴി ചുറ്റി കാർ പാറ്റൂരിലേക്ക്. പ്ലാസ്റ്റിക് കവറുകളിലാക്കിയ മാലിന്യം പാറ്റൂരിലെ കടയിൽ ഇറക്കി വച്ചു. മാലിന്യം എന്തിന് അവിടെ ഇറക്കിയെന്ന സംശയത്തിന് മറുപടി പിന്നാലെ. ബേക്കർ ജംഗ്ഷനിൽ റിസർവ് ബാങ്കിന് പിൻവശത്ത് ആമയിഴഞ്ചാൻ തോടാണ് നഗരത്തിലെ മാലിന്യ മാഫിയയുടെ പ്രധാന ലക്ഷ്യം. ഒന്നിരുട്ടിയാൽ ഓട്ടോറിക്ഷകളിലും കാറുകളിലും വൻതോതിൽ മാലിന്യം കൊണ്ടുവരും. ഇവിടെ തോട്ടിലേക്ക് തള്ളും. അതാണ് പതിവ്. അത് മനസ്സിലാക്കി ഞങ്ങൾ കാത്തുനിന്നു. ഒപ്പം നഗരസഭയുടെ സ്ക്വാഡും. 1 മണി കഴിഞ്ഞതോടെ മാലിന്യം നിറച്ച ഓട്ടോറിക്ഷ എത്തി. നഗരസഭാ ഉദ്യോഗസ്ഥരെ കണ്ടതോടെ മുങ്ങി. ഓട്ടോറിക്ഷയിലെത്തിയത് നേരത്തെ പനവിളയിൽ കാറിൽ കറങ്ങിയ അതേ സംഘം. പിന്നെ മാലിന്യവുമായി നഗരപ്രദക്ഷിണം. ഇതിനിടെ പലതവണ വീണ്ടും ബേക്കർ ജംഗ്ഷനിലെത്തി. അപായ സൂചന നൽകാനും റൂട്ട് ക്ലിയർ ചെയ്യാനും സംഘാംഗങ്ങളും നഗരത്തിൽ റോന്തു ചുറ്റുന്നുണ്ടായിരുന്നു. ആമയിഴഞ്ചാൻ തോട്ടിൽ മാത്രമല്ല, മുട്ടടയിൽ പട്ടം തോട്ടിലും ഇതേപോലെ മാലിന്യം തള്ളുന്നത് പതിവാണ്. നഗരസഭയും ന്യൂസ് 18 ഒരു രാത്രി മുഴുവൻ ഉണർന്നിരുന്നതോടെ ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യം തള്ളാനുള്ള ശ്രമം അന്നത്തേക്ക് പാളി. പിന്നെ അതേ സംഘത്തെ അടുത്ത ദിവസം ഉച്ചയ്ക്ക് ഞങ്ങൾ കണ്ടത് മോഡൽ സ്കൂൾ ജംഗ്ഷനിൽ. തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള വാഹനത്തിൽ മാലിന്യങ്ങൾ കയറ്റുകയായിരുന്നു അവർ. തലേ ദിവസം തോട്ടിൽ തള്ളാൻ കഴിയാത്ത മാലിന്യങ്ങളാണ് ഇതെന്ന് ഉറപ്പാണ്. മാലിന്യം തള്ളാനായി പലയിടത്തും ആമയിഴഞ്ചാൻ തോട്ടിൽ ഫെൻസിങ്ങുകൾ നശിപ്പിച്ചിട്ടുണ്ട്. മാലിന്യങ്ങൾ ചില പ്രത്യേക സ്ഥലങ്ങളിലെത്തിച്ച് തോട്ടിലേക്ക് വലിച്ചെറിയും. തത്കാലത്തേക്ക് ഈ സംഘം പതുങ്ങിയിരിക്കും. പിന്നെ രാത്രിയുടെ മറവിൽ പഴയതുപോലെ ഇറങ്ങും. ജലാശയങ്ങളിലും
ആളൊഴിഞ്ഞ പറമ്പുകളിലും ചാക്കുകളിലാക്കി മാലിന്യം വലിച്ചെറിയാൻ, നഗരത്തെ നരകമാക്കാൻ. ടീം ന്യൂസ് 18 തിരുവനന്തപുരം. നമ്മൾ ആമയിഴഞ്ചാൻ തോടുമായി ബന്ധപ്പെട്ട വലിയ വാർത്തകൾ. ആരാണ് ഇവിടുത്തെ മാലിന്യം നിറച്ച്, ഈ തോട്ടിലൊക്കെ മാലിന്യം നിറച്ച് ഇതിനെ മാലിന്യ കൂമ്പാരമാക്കി മാറ്റുന്നത് എന്നത് ചർച്ചയായിരുന്നു. കൃത്യമായ ദൃശ്യങ്ങളിൽ കാണാം, ഇത് വലിയൊരു മാഫിയാണ് ഇത്. കാരണം നഗരത്തിലെ ഹോട്ടലുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും കളക്ട് ചെയ്യുന്നത് അത് കിലോയ്ക്ക് ഇത്ര രൂപ എന്ന കണക്കിലാണ് ഈ മാലിന്യം ശേഖരിക്കുന്നത്. ഈ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ നേരത്തെ അരുണിന്റെയും മിഥുന്റെയും സ്റ്റോറിയിൽ പറഞ്ഞതുപോലെ തമിഴ്നാട്ടിലെ പന്നി ഫാമുകളിലേക്ക് എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ഇത്രയധികം മാലിന്യങ്ങൾ ഈ പന്നി ഫാമുകൾ ഒരിക്കലും എടുക്കാറില്ല. ബാക്കി വരുന്നവയാണ് ഈ തോടുകളിലേക്ക് ഇവർ തള്ളുന്നത്. നഗരസഭയ്ക്ക് സ്ക്വാഡുണ്ട്, അവരുടെ പരിശോധന രാത്രികാലങ്ങളുണ്ട്. പക്ഷെ അവരെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് അവരുടെയും കണ്ണു വെട്ടിച്ചാണ് ഇത്ര വലിയ ഒരു പ്രവൃത്തിയിലേക്ക് ഇവർ കടക്കുന്നത് എന്നുള്ളതാണ്. ഇതിന് പ്രത്യേകമായി ആളുകളെ വെച്ചിട്ടുണ്ട്, ഗുണ്ടാ സംഘങ്ങളുണ്ട്, നിരീക്ഷണമുണ്ടാകും. നഗരസഭയുടെ സ്ക്വാഡുകളുടെ സാന്നിധ്യമുണ്ടോ എന്ന് നേരത്തെ പരിശോധിക്കാനുള്ള ആളുകളടക്കം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ക്രമീകരണങ്ങളോടെ മുൻകരുതലോടെയാണ് ഈ മാഫിയ സംഘം പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. വളരെ കൃത്യമായി തന്നെ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട് താനും. ഈ ആമയിഴഞ്ചാൻ തോടുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ കാര്യക്ഷമമാക്കണം, നിരീക്ഷണം ശക്തമാക്കണമെന്നും ഇവിടങ്ങളിലെ CCTV ക്യാമറകളടക്കം പ്രവർത്തനം കാര്യക്ഷമമാക്കണം എന്നുമുള്ള ആവശ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. അത്രത്തോളം ജാഗ്രതയോടെ മുന്നോട്ട് പോയാൽ മാത്രമേ ഈ മാലിന്യവാഹിനിയായി നഗര ഹൃദയത്തിലൂടെ ഒഴുകുന്ന ഈ തോട് അതിൻ്റെ പൂർവ്വകാല പ്രതാപം വീണ്ടെടുക്കുകയുള്ളൂ. നമ്മൾ കണ്ടതാണ്, ടൺ കണക്കിന് മാലിന്യം അടിഞ്ഞുകൂടിയിട്ടുണ്ട്. മാലിന്യം നിറഞ്ഞത് കാരണം ആഴം കുറഞ്ഞ, ഒഴുക്ക് കുറഞ്ഞ ആമയിഴഞ്ചാൻ തോടാണ് ഇപ്പോൾ നഗരത്തിലൂടെ ഒഴുകുന്നത് എന്നുള്ളതാണ്. എത്രത്തോളം ദുഃഖകരമാണ് ആ സാഹചര്യം എന്നുള്ളതൊക്കെ നമ്മൾ ഒരുപാട് തവണ ഇതിനകം ചർച്ച ചെയ്ത് കഴിഞ്ഞു താനും. ഏതായാലും നമുക്ക് VV അരുണിലേക്ക് വളരെ പെട്ടെന്ന് ഒന്ന് പോകണം. അരുൺ, ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്, കൃത്യമാണ്. കാരണം ഈ നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ മാഫിയ സംഘം, അതിന് ഒരുപക്ഷെ രാഷ്ട്രീയ പിൻബലം കാണാം. ലക്ഷക്കണക്കിന് രൂപയാണ് ഇവർ ഓരോ ദിവസവും ഈ മാലിന്യം ഹോട്ടലുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്നതിലൂടെ നേടുന്നത്. സ്വാഭാവികമായും വലിയ പണമിടപാടാണ് നടക്കുന്നത്. അതിന് ഈ കരുത്തും ഗുണ്ടാസംഘങ്ങളുടെ പിന്തുണയും ഒക്കെ ഉള്ളവർ സ്വാഭാവികമായും ഉണ്ടാകാം താനും. എങ്ങനെയാണ് ഇവരുടെ പ്രവർത്തനം? എങ്ങനെയാണ് ഇവർ നഗരസഭയുടെ സ്ക്വാഡിന്റെ പോലും കണ്ണുവെട്ടിക്കുന്നത്? അരുൺ, എന്റെ ചോദ്യം കേട്ടിരുന്നോ? ഏതായാലും അത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ഗുണ്ടാ സംഘങ്ങളുടെ പിന്തുണയോടുകൂടി തന്നെയാണ് ഈ മാഫിയ പ്രവർത്തിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അരുൺ. കാരണം ലക്ഷക്കണക്കിന് പണം ഇടപാട് നടക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ മാലിന്യം നീക്കൽ. നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും മറ്റുമെന്ന കാര്യം വ്യക്തമാണ്. അവിടെ ഇവരുടെ ആസൂത്രണം എല്ലാ തലത്തിലുമുണ്ട്. ഇവർ ഒരുപാട് സ്വാധീനമുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുടെ അടക്കം സ്വാധീനം ഇവർക്കുണ്ടാകാം. ഇവരെ അങ്ങനെ നിയന്ത്രിക്കുക എന്നത് ഇതിന് പിന്നിൽ ഒരുപാട് പരിമിതികൾ ഉണ്ടാകാം ഈ നഗരസഭയ്ക്കും മറ്റും. അങ്ങനെ എല്ലാ ആസൂത്രണങ്ങളും കൂടി നടത്തുന്ന വലിയൊരു മാഫിയ പ്രവർത്തനം എന്ന് തന്നെ വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ. തീർച്ചയായും തലസ്ഥാന നഗരം എന്തുകൊണ്ട് ഇത്രയധികം മലിനമാകുന്നു, എന്തുകൊണ്ട് ആമയിഴഞ്ചാൻ തോട്, ഞാനിപ്പോൾ ഉള്ളത് ആമയിഴഞ്ചാൻ തോടിൽ ജോയി വീണ അതേ സ്ഥലത്താണ്. ഇപ്പോഴും അവിടുത്തെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്, ഇപ്പോഴും മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടക്കം അവിടെ അടിഞ്ഞു കൂടിക്കിടക്കും. പക്ഷേ ഹെൽമറ്റ് അടക്കം ആളുകൾ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന ഹെൽമറ്റ് അടക്കം ഈ ദൃശ്യങ്ങളിൽ കുറച്ചുകൂടി അതിൻ്റെ ക്ലോസ് വിഷനിലേക്ക് പോകാനാകുമെന്ന് കരുതുന്നു. അത്തരത്തിലെല്ലാം ഉപേക്ഷിക്കപ്പെട്ട സ്ഥലങ്ങളായി എങ്ങനെ ഈ ആമയിഴഞ്ചാൻ തോട് പോലുള്ള ജലാശയങ്ങൾ മാറുന്നു എന്നതിൻ്റെ തെളിവാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. രാത്രിയുടെ മറവിലാണ്. ഒരുപക്ഷെ ഇത് നഗരസഭ കൊട്ടേഷൻ കൊടുത്ത ആളുകൾ അടക്കമുണ്ട്, നഗരസഭയിൽ നിന്ന് മാലിന്യം നീക്കാൻ നിയോഗിക്കപ്പെട്ട ആളുകൾ അടക്കമുണ്ട്. അവർ ഉൾപ്പെടെയുള്ളവരാണ് ഇത്തരത്തിൽ മാലിന്യം ഈ രീതിയിൽ വലിച്ചെറിയുന്നത്. തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട ജലാശയം, മലിനജലം ഒഴുകുന്ന ഒരു ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ഈ രീതിയിൽ എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് മാലിന്യം വലിച്ചെറിയുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത്. ഇങ്ങനെ ശേഖരിച്ചു വയ്ക്കുന്ന മാലിന്യങ്ങൾ ഇത്തരത്തിൽ രാത്രിയുടെ മറവിലാണ് ഓട്ടോറിക്ഷകളിലും അതുപോലെ കാറിലും ഒക്കെ കൊണ്ടുവന്ന് യഥേഷ്ടം തള്ളിയിട്ട് പോകുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി, ഏതാനും 2-3 ദിവസം അത്തരത്തിൽ വലിയ രീതിയിലുള്ള മാലിന്യ നിക്ഷേപം ഉണ്ടാകുന്നതിന് കാരണം
നഗരസഭയുടെ ശക്തമായ ഇടപെടൽ ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. നഗരസഭയുടെ സ്ക്വാഡ് അടക്കം നമ്മൾ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുമ്പോഴും നഗരസഭയുടെ സ്ക്വാഡ് അവിടെ പതുങ്ങിയിരിപ്പുണ്ടായിരുന്നു. ഈ കൊണ്ടുവരുന്ന ആളുകളെ പിടികൂടാൻ അവരെ കണ്ട് പലപ്പോഴും ഇവർ മടങ്ങിപ്പോകുന്നു. പക്ഷേ എത്രത്തോളം ആസൂത്രിതമായ, എത്രത്തോളം സംഘടിതമായാണ് ഇങ്ങനെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് എന്നതാണ് നമുക്ക് ഈ റിപ്പോർട്ടിങ്ങിലൂടെ വ്യക്തമായത്. വളരെ കൃത്യമായി ഓട്ടോറിക്ഷകളിൽ മാലിന്യം നിറച്ച് കറങ്ങും, കാറുകളിൽ മാലിന്യം നിറച്ച്, കടകളിൽ നിന്നും വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യം നിറച്ച് ഇവർ കറങ്ങും. ഓരോ സ്ഥലത്തും അവർക്ക് കൃത്യ വിവരം നൽകാൻ ഇവിടെ നഗരസഭയുടെ സ്ക്വാഡുണ്ട്, പോലീസിന്റെ പരിശോധനയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ അത്തരത്തിൽ മാലിന്യം നിക്ഷേപിക്കാൻ വരുമ്പോൾ അവരെ തടഞ്ഞ് തിരിച്ചയക്കാൻ കൃത്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വലിയ ഒരു മാഫിയ എന്ന് തന്നെ പറയാം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നു. ഇവർ വലിയ തുകയ്ക്കാണ് ഈ കൊട്ടേഷനുകൾ എടുക്കുന്നത്. വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ വലിയ തുക ദിവസവും അതുപോലെ മാസത്തിനുമൊക്കെ കണക്കു പറഞ്ഞ് വാങ്ങിയാണ് ഇത്തരത്തിൽ ജലാശയങ്ങളിൽ, പൊതു ഇടങ്ങളിൽ വലിച്ചെറിഞ്ഞ് പോകുന്നത്. ഇത് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ പന്നി ഫാമുകളിലേക്ക് കൊണ്ടുപോകാൻ എന്ന് പറയുന്ന എടുക്കുന്ന വേസ്റ്റും കൃത്യമായി അവിടങ്ങളിലേക്ക് എത്തുന്നില്ല എന്ന് വ്യക്തമാണ്. പലപ്പോഴും നമുക്ക് ഈ തെങ്കാശി ദേശീയപാതയിലൊക്കെ പോകുമ്പോൾ കാണാനാകും പലയിടത്തും വലിയ കെട്ടുകൾ, ചാക്കുകളിലും അതുപോലെ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളിലുമൊക്കെ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞു പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പോഴും പലപ്പോഴും ഈ പാതയിൽ കാണാം. അങ്ങനെ ഈ തമിഴ്നാട്ടിലേക്ക് പോകുന്നവർ പോലും ആ രീതിയിൽ വലിച്ചെറിഞ്ഞു പോകുന്നു. അതായത് നഗരസഭയിൽ പൈസ നൽകി ജനങ്ങൾ മാലിന്യം മാറ്റാൻ പൈസ നൽകുമ്പോൾ അത് കൃത്യമായി സംസ്കരിക്കപ്പെടുന്നതിന് പകരം ഇത്തരം മാഫിയ സംഘങ്ങൾ, ഇത്തരം ഏജന്റുമാർ പണം വാങ്ങി ശേഖരിച്ച് തോന്നുന്നിടത്ത് വലിച്ചെറിഞ്ഞു പോകുന്നു. അത് വലിയൊരു സംഘടിതമായ ഒരു കുറ്റകൃത്യമായി തന്നെ അത്. ഈ നഗരത്തിലെ ഹോട്ടലുകളിൽ ഉണ്ടാകുന്ന ടൺ കണക്കിന് വേസ്റ്റ്, ഇപ്പോൾ നമുക്കറിയാം ലുലു മാൾ പോലെയുള്ള വൻകിട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയൊക്കെ ഉണ്ടാകുന്ന വേസ്റ്റുകൾ ചെറുതായിരിക്കില്ല. അപ്പോൾ അവരുടെയൊക്കെ ഒരു ബാധ്യത, ഈ ഹോട്ടലുകളുടെയും വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഒരു ബാധ്യത ഈ വേസ്റ്റ് കൈമാറുന്ന സമയം വരെ ആയിരിക്കും. അതിനുശേഷമുള്ള ഉത്തരവാദിത്വം ഈ വൻകിട കരാറുകാർക്കാണ്. അവർ കിലോയ്ക്ക് ഇത്ര രൂപ എന്ന നിരക്കിലാണ് ഈ വേസ്റ്റ് കളക്ട് ചെയ്യുന്നതും. ഇവർ പറയുന്നൊരു ന്യായം, നമ്മൾ ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഇവർ പറയുന്നൊരു ന്യായം, ഇതെല്ലാം പോകുന്നത് തമിഴ്നാട്ടിലെ പന്നി ഫാമുകൾ എന്നുള്ളതാണ്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമുള്ള പന്നി ഫാമുകൾ എന്നുള്ളതാണ്. ഇത് ഈ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ എന്നതുകൂടി ഉറപ്പിക്കണമല്ലോ. അതിനുള്ളൊരു സംവിധാനം കൂടി വേണമല്ലോ. അതിനപ്പുറത്ത് ഈ നഗരത്തിൽ രാത്രിയിൽ കിലോമീറ്ററോളം കറങ്ങി ഇവരെ വെട്ടിച്ച് ഇങ്ങനെ ചെയ്യാനുള്ള കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിന് കാര്യക്ഷമമായ പരിശോധന അനിവാര്യമാണ്. ഈ ആമയിഴഞ്ചാൻ തോട് വിഷയം ഉണ്ടാകുന്നതുവരെ ആ പരിശോധന കൃത്യമായി സംഭവിച്ചിട്ടില്ല എന്നതിന്റെ ഉദാഹരണം കൂടി ആണല്ലോ അവർക്ക് ലഭിക്കുന്ന ഈ ഒരു സ്വാതന്ത്ര്യം. തീർച്ചയായിട്ടും അതുതന്നെയാണ്. കൃത്യമായ പരിശോധന, ദിവസവും പരിശോധിക്കാനുള്ള പരിമിതികൾ നഗരസഭയ്ക്കായാലും പോലീസിനായാലും ഉണ്ട് എന്ന് വസ്തുതയാണ്. പക്ഷേ ഒരു കൃത്യമായ ഇടവേളകളെങ്കിലും ഈ പരിശോധന നടന്നില്ലെങ്കിൽ ഇത് ആവർത്തിക്കപ്പെടും. നമ്മൾ കണ്ടത് കാഴ്ചകൾ അത്തരത്തിലുള്ളതാണ്. വളരെ സംഘടിതമാണ്, ആസൂത്രിതമാണ് ഈ സംഘത്തിൻ്റെ പ്രവർത്തനം. നഗരത്തിൻ്റെ പല മേഖലകളിലും അവർക്ക് കൃത്യമായി ആളുകളുണ്ട്. നഗര മേഖല വിട്ടാൽ ഗ്രാമീണ മേഖലകളിൽ അവർക്ക് കൃത്യമായ സംവിധാനങ്ങളുണ്ട്. അവർ ഇത്തരത്തിൽ ഈ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ, പണം വലിയ തുക കൈപ്പറ്റി വാങ്ങുന്ന മാലിന്യങ്ങൾ തോന്നുന്ന ഇടങ്ങളിൽ വലിച്ചെറിഞ്ഞു പോകുന്നതിനെയാണ് പതിവ്. നേരത്തെയൊക്കെ പരിശോധനകൾ എന്തുകൊണ്ട് കുറവായിരുന്നു? അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മാലിന്യങ്ങൾ ഈ രീതിയിലൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയത്. ഇപ്പോൾ നഗരസഭ വളരെ ഉണർന്ന് പ്രവർത്തിക്കുന്നു എന്ന് തന്നെ പറയും വിഷയത്തിൽ. പക്ഷേ എത്ര നാൾ അതുണ്ടാകും? അതൊരു സ്ഥിരം സംവിധാനമായി മാറണം. ഞാനിവിടെ നിൽക്കുന്ന തമ്പാനൂരിൽ ഈ റെയിൽവേയുടെ ഏരിയയിൽ ഇവിടെ ഈ ബാരിക്കേഡുണ്ട്, ഇവിടെ ഒരു വേലിയുണ്ട്, മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് ഫെൻസിംഗ് ഉണ്ട് മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാനായി. പലപ്പോഴും ഇത് നഗരത്തിൻ്റെ പല മേഖലകളിലും അത്തരത്തിൽ സംഭവിക്കുന്നില്ല. ഫെൻസിംഗ് ഒക്കെ ഇളക്കി മാറ്റുന്നു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷത ഉന്നത യോഗത്തിൽ തീരുമാനം എല്ലായിടും ഫെൻസിംഗ് സ്ഥാപിക്കാനാണ്. ഈ ഫെൻസിംഗ് വയ്ക്കുമ്പോൾ ഒരു പരിധിവരെ അതിന് ഒരു തടസ്സമുണ്ടാകും, മറയുണ്ടാകും. പക്ഷേ അത് കൃത്യമായി ആ ഫെൻസിംഗ് ഈ താമിഴഞ്ചാൻ ഒഴുകുന്ന വഴികളിൽ എല്ലായിടത്തും സ്ഥാപിക്കണം. നമ്മൾ ചില കോളനികളിലൊക്കെ കണ്ട ദൃശ്യങ്ങൾ ഈ ഫെൻസിംഗ് പൂർണ്ണമായി ഇളക്കി മാറ്റി അവിടെ അതുവഴി മാലിന്യങ്ങൾ കൊണ്ട് കളയുന്നൊരു സ്ഥിതിയുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ ഈ വാർത്തയിൽ കാണിക്കുന്നുണ്ട്. ഫെൻസിംഗ് പൂർണ്ണമായും ഇളക്കി മാറ്റിയിരിക്കുകയാണ്. അതിൽ പലതും പൊളിച്ചു മാറ്റുന്നു. ഇവർക്ക് ഈ മാലിന്യം തള്ളാനുള്ള സംവിധാനം ഉണ്ടാകും. നമ്മൾ ജിജി തോമസിനോടൊക്കെ സംസാരിച്ചിരുന്നു ഈ വിഷയത്തിൽ. അന്ന് ഈ ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായാണ് നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ, ഈ ആമയിഴഞ്ചാൻ തോടുമായി ബന്ധപ്പെട്ടുള്ള വിവിധ കേന്ദ്രങ്ങളിൽ ഇത്ര വലിയ ഫെൻസിങ്ങുകൾ സ്ഥാപിച്ചത്. ഈ ഫെൻസിങ്ങുകളുടെ മുകളിൽ കൂടെ പോലും വേസ്റ്റുകൾ തള്ളാൻ വൈദഗ്ധ്യമുള്ളവരുണ്ട്. പക്ഷേ ഈ ഫെൻസിങ്ങുകൾ തകർന്നു കിടക്കുന്നതും ഇവർക്ക് സുഗമമായി ഈ വേസ്റ്റ് തോട്ടിൽ തള്ളാൻ സാധിക്കുന്നതും ഒക്കെ പരിശോധിക്കേണ്ട ഒരു ചുമതലയുണ്ട് ബന്ധപ്പെട്ടവർക്ക്. അതും സംഭവിക്കുന്നില്ല. ഇത് അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ അവർക്ക് ഇത്തരത്തിൽ ചെയ്യാൻ സാധിക്കുന്നു.
അപ്പോൾ നമ്മൾ ഈ വാർത്ത പുറത്തു കൊണ്ടുവരും, നമ്മൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുമ്പോൾ മാത്രമാണ് ഇനിയും കാര്യക്ഷമമായ ഒരു പരിശോധന ഉണ്ടാകേണ്ടത്. ഇത്തരം ഫെൻസിങ്ങുകൾ അറ്റകുറ്റപ്പണി ചെയ്ത് പുനഃസ്ഥാപിക്കേണ്ടത്, അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ കൂടി വേണ്ടിവരും സ്വാഭാവികമായും. തീർച്ചയായിട്ടും ഫെൻസിംഗ് നിർമ്മാണം പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല ഇവിടെ ഇത്തരത്തിൽ വളരെ തുറന്ന സ്ഥലങ്ങൾ, ആർക്കും യഥേഷ്ടം മാലിന്യം തള്ളിപ്പോകാൻ സ്ഥലങ്ങളാണ് നമ്മൾ ചൂണ്ടിക്കാട്ടിയ സ്ഥലങ്ങളൊക്കെ. ഇവിടെ ഇപ്പോൾ നഗരസഭ ഒരു കാര്യം ചെയ്യുന്നത് CCTV ക്യാമറകൾ, AI ക്യാമറ അടക്കം അത് ആരംഭിച്ചു കഴിഞ്ഞു. തകരപ്പറമ്പിൻ്റെ പല മേഖലകളിലും ഇതിനകം ഈ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ക്യാമറകൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ആ ക്യാമറകളിൽ നിന്ന് കൃത്യമായ ദൃശ്യങ്ങൾ ശേഖരിക്കും. അങ്ങനെ ഒരു സംവിധാനം വന്നാൽ ഒരുപക്ഷെ ഇങ്ങനെ കൊണ്ട് കളയുന്നവർ ധൈര്യപ്പെടാത്ത സാഹചര്യം ഉണ്ടാകും. പക്ഷെ അപ്പോഴും അവർ പൂർണ്ണമായും അടങ്ങിയിരിക്കുമെന്ന് കരുതാൻ കഴിയില്ല. കാരണം ഇവിടെയുള്ള മാലിന്യങ്ങളെല്ലാം ഈ പന്നി ഫാമുകളിലേക്ക് പോകുന്നുവെന്ന ഒരു വ്യാഖ്യാനം, ആ ഒരു വാദം അത്രത്തോളം ആർക്കും ദഹിക്കുന്നതല്ല. അത്രയധികം പന്നി ഫാമുകൾ എങ്ങനെ ഇത് എത്തുന്നു എന്ന ചോദ്യമൊക്കെ വളരെ പ്രസക്തമാണ്. ഒരു 10 ലക്ഷത്തിലധികം ആളുകൾ താമസിക്കുന്ന നഗരത്തിലെ മാലിന്യങ്ങൾ മുഴുവൻ പന്നികൾ തിന്നു തീർക്കുകയാണോ എന്ന ചോദ്യമുണ്ട്. ഇതിൽ ജൈവവും അജൈവവുമായ മാലിന്യമുണ്ട്. കൃത്യമായ നിരീക്ഷണം തന്നെയാണ്. CCTV ക്യാമറ ഒരുപക്ഷെ അതിന് ഉപകരിക്കും. അത്ര എളുപ്പമൊന്നും ആർക്കും. നിരവധി സംഭവങ്ങൾ, വൻകിട സ്ഥാപനങ്ങളടക്കം ശുചിമുറി മാലിന്യങ്ങൾ, കക്കൂസ് മാലിന്യങ്ങൾ, അതായത് ഇവിടുത്തെ പ്രധാനപ്പെട്ട വസ്ത്ര വ്യാപാരശാലകൾ, സ്വർണ്ണ വിൽപ്പനശാലകൾ ഒക്കെ പേരുകളൊക്കെ പലതും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതാണ്. സ്വർണ്ണ മഹൽ അടക്കമുള്ള സ്ഥാപനങ്ങൾ, രാമചന്ദ്ര പോലുള്ള ടെക്സ്റ്റൈൽ ഗ്രൂപ്പുകൾ, അവരൊക്കെ അവരുടെ മാലിന്യങ്ങൾ, ശുചിമുറി മാലിന്യങ്ങളടക്കം ഈ ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ഒഴുക്കിവിട്ട നഗരസഭ കഴിഞ്ഞ ദിവസങ്ങളിൽ നടപടിയെടുത്തിരുന്നു. അത്തരത്തിൽ ഈ വലിയ വൻകിട വ്യാപാരികൾ പോലും ഇത്തരത്തിലാണ് നമ്മുടെ ജലാശയങ്ങളെ, നമ്മുടെ മാലിന്യ നിർമ്മാണ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്നത്, മലിനപ്പെടുത്തുന്നത്. ഇത്രയധികം വിഷയങ്ങൾ ഉണ്ടായ ശേഷമാണ് നഗരസഭയുടെ പരിശോധനയിൽ ഈ കാര്യങ്ങൾ കണ്ടെത്തിയത്. ഈ പരിശോധന കൊണ്ടും നോട്ടീസ് കൊടുത്തത് കൊണ്ടും ഒക്കെ ഇവർ അടങ്ങിയിരിക്കുമെന്ന് കരുതാനാകില്ല. അവർക്ക് മറ്റ് സംവിധാനങ്ങൾ, യഥാവിധിയുള്ള മാലിന്യ നിർമ്മാണ സംവിധാനങ്ങളിലേക്ക് അവർ പോകുമെന്ന് കരുതാനാകില്ല. കൃത്യമായ പരിശോധന തന്നെയാണ്, ഒരു നിശ്ചിത ഇടവേളകളിലെങ്കിലുമുള്ള പരിശോധന തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അല്ലെങ്കിൽ സ്വാഭാവികമായും ഈ ആമയിഴഞ്ചാൻ തോട്ടിലെ ദുരന്തങ്ങൾ ആവർത്തിക്കും. ഇതുപോലെ മാലിന്യ നിക്ഷേപം വലിയ രീതിയിൽ ഉണ്ടാകും. ഒരു വീടുകളിൽ നിന്ന് തുടങ്ങി ഇത്രയധികം വലിയ മാളുകളിലും വ്യവസായശാലകളിൽ നിന്നും ഒക്കെയുള്ള മാലിന്യങ്ങൾ ഈ രീതിയിൽ ജലത്തിലൂടെ ഒഴുക്കിവിടുന്നു. ജൈവവും അജൈവവുമായ മാലിന്യങ്ങൾ, ഖരമാലിന്യങ്ങൾ അടക്കം ഇവിടേക്ക് തള്ളുന്നു. അത് വലിയ വസ്തുതയാണ്. അതിന് ഇപ്പോൾ ഒരുപക്ഷെ ഒരു ശമനമുണ്ടാകാം. എങ്കിലും ഈ മാലിന്യ മാഫിയ, നമ്മൾ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുമ്പോൾ കണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ച, ഈ മാലിന്യ വണ്ടികളുമായി സ്വാഭാവികമായി നമ്മൾ അതിനെ ഫോളോ ചെയ്യുമ്പോൾ, മാലിന്യ വണ്ടികളെ ഫോളോ ചെയ്യുമ്പോൾ അവർ പലപ്പോഴും ഊടുവഴികൾ രക്ഷപ്പെടും. ആ രാത്രി അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് ഒരു പക്ഷേ ഇത് കളയാൻ കഴിഞ്ഞിട്ടുണ്ടായില്ല. അടുത്ത ദിവസം നമ്മൾ ഇത് മറ്റൊരു സ്ഥലത്ത് കൂട്ടി വച്ചിരിക്കുന്നതും അവിടെ നിന്ന് തമിഴ്നാട് രജിസ്ട്രേഷൻ പിക്കപ്പ് ലോറികളിലേക്ക് ഇത് കയറ്റിവിടും നമ്മൾ കണ്ടതാണ്. അതായത് അവർക്ക് ഇത് ആ രീതിയിൽ സംസ്കരിക്കാൻ ഒരു സംവിധാനവും ഇല്ല എന്ന് തന്നെ അത് വ്യക്തമാണ്. പക്ഷേ ആ ഒരു ദിവസം അവർ അങ്ങനെ ഇവിടെ ഉപേക്ഷിക്കുന്ന തീരുമാനത്തിന് പിന്മാറേണ്ടി വന്നു. നഗരസഭ പരിശോധന തുടരുമ്പോൾ സ്വാഭാവികമായും അവർ തൽക്കാലത്തേക്ക് മാറി നിൽക്കും. എന്നാൽ വീണ്ടും ഇത് തന്നെ സംഭവിക്കും. അല്ലെങ്കിൽ കൃത്യമായി വളരെ ദിവസേന എന്നോണമുള്ള പരിശോധന നഗരസഭയുടെ ഭാഗത്തും അതുപോലെ പോലീസിന്റെ ഭാഗത്തുമൊക്കെ ഉണ്ടായെങ്കിൽ മാത്രമേ ഈ രീതിയിൽ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞു പോകുന്നത് പൂർണ്ണമായും തടയാൻ കഴിയുമെന്നത് വ്യക്തമാണ്. രഞ്ജിത്ത്, അതാണ് അരുണി. നമുക്ക് മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത് ഈ ആമയിഴഞ്ചാൻ തോടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്നു, അത് വലിയ ചർച്ചയാകുന്നു, അനവധി യോഗങ്ങൾ സംഭവിക്കുന്നു. മുഖ്യമന്ത്രി നേരിട്ട് യോഗം വിളിച്ച് ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഈ മാലിന്യവാഹിനിയെ കൃത്യമായി തന്നെ വൃത്തിയാക്കണമെന്നും ഈ മാലിന്യം തള്ളുന്നവരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും അതിനുള്ള ശിക്ഷ നടപടികൾ കടുപ്പിക്കണമൊക്കെ എന്നുള്ള തീരുമാനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതിനുശേഷം കാര്യമായ മാറ്റം ഉണ്ടായിട്ടുണ്ടോ ഈ മാലിന്യം തള്ളലിലും ഒപ്പം ഈ ആമയിഴഞ്ചാൻ തോടിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയിലും? അതോ അന്നുണ്ടായ കാര്യക്ഷമത, ഇതുമായി ബന്ധപ്പെട്ട ഇടപെടലൊക്കെ അതിനുശേഷം ഒന്ന് മന്ദീഭവിച്ച മട്ടുണ്ടോ? എങ്ങനെയാണ്? സ്വാഭാവികമായി ഇപ്പോൾ ആ ഒരു നഗരസഭ ഉണർന്നു തന്നെ പ്രവർത്തിക്കുന്നു ഈ ദിവസങ്ങളിലെങ്കിലും എന്ന് നമുക്ക് പറയേണ്ടി വരും, കരുതേണ്ടി വരും. കാരണം ആ രീതിയിലുള്ള പരിശോധന പലയിടത്തും നടക്കുന്നുണ്ട്, കൃത്യമായി തന്നെ പരിശോധനകൾ നടക്കുന്നുണ്ട്. എന്നാൽ അത് എത്ര ദിവസം ഈ രീതി തുടരാനാകും, അല്ലെങ്കിൽ എത്ര ദിവസം ഈ രീതിയിൽ ഇത് മുന്നോട്ട് പോകുമെന്ന കാര്യമാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ഇപ്പോൾ ഉള്ളത് ഈ നേരത്തെ ആമയിഴഞ്ചാൻ തോടിൽ ജോയ് വീണ ഭാഗത്തിൻ്റെ അതിൻ്റെ ഉൾവശത്ത് റെയിൽവേയുടെ ആ കോമ്പൗണ്ടിലാണ്. ആ റെയിൽവേ ഞാൻ കഴിഞ്ഞ ദിവസം പവർ ഹൗസ് റോഡിൽ പോകുമ്പോൾ അവിടെ കണ്ടത് അന്ന് ഈ കനാലിൽ നിന്ന് മാറ്റിയ മാലിന്യങ്ങൾ അതേപടി അവിടെ കുന്നുകൂടി ഇട്ടിരിക്കുന്നതാണ്. റെയിൽവേ അതും മാറ്റിയിരുന്നില്ല. ഇവിടെയും നമുക്ക് അത്ര വ്യത്യസ്തമല്ലാത്ത കാഴ്ചകളുണ്ട് എന്ന് വേണം കരുതാൻ. ഈ ഭാഗത്തു നിന്നാണ് ഉദ്യോഗസ്ഥർ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ ഇറങ്ങി ജോയിയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. ആ മേഖലയിൽ ഇപ്പോഴും ചെറിയ അളവിലെങ്കിലും മാലിന്യങ്ങൾ കിടക്കുന്നുണ്ട് എന്ന് തന്നെ
വേണം കരുതാൻ. പക്ഷേ പവർ ഹൗസ് റോഡിന്റെ ഭാഗത്ത് വലിയ രീതിയിൽ തന്നെ മാലിന്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നേരിൽ കണ്ടതാണ്. ആ കനാലിൽ നിന്ന് മാറ്റിയ മാലിന്യം അതേപടി അപ്പോഴും അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത്തരം നടപടി തുടർന്നാൽ സ്വാഭാവികമായും ഇത് വീണ്ടും അടുത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലുമൊക്കെ വീണ്ടും ഈ ആമേഴഞ്ചാൻ തോടിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടാകും. ഏതായാലും ഇപ്പോൾ നഗരസഭ ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കുന്നു തന്നെ പറയേണ്ടി വരും. അത് അംഗീകരിക്കേണ്ടി വരും. കൃത്യമായ പരിശോധന നടക്കുന്നുണ്ട്. വൻകിട സ്ഥാപനങ്ങൾക്കടക്കം നോട്ടീസും ചിലത് പൂട്ടിക്കാനുമുള്ള ഒരു തന്റേടമൊക്കെ നഗരസഭ കാട്ടിയിട്ടുണ്ട്. അത് എത്ര ദിവസം അങ്ങനെ പോകും? തുടർ നടപടികൾ ഉണ്ടാകുമോ? ഇനിയും അവർക്ക് കൃത്യമായ സംവിധാനം, ശുചിമുറി മാലിന്യ നിർമ്മാണത്തിനടക്കം കൃത്യമായ സംവിധാനമില്ലാതെ ഇത്ര വലിയ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും ഞെട്ടലുണ്ടാക്കുന്ന വസ്തുതയാണ്, ഏറ്റവും ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ്. എത്ര ധൈര്യത്തിലാണ് ഒരു വലിയ സ്ഥാപനങ്ങൾ പോലും പലപ്പോഴും വലിയ എല്ലാ തരം മാലിന്യങ്ങളും ആമേഴഞ്ചാൻ തോട്ടിലേക്ക് ഒഴുക്കിവിടാവുന്ന ധൈര്യം എങ്ങനെ ഇവർക്കുണ്ടായി? എത്ര നാളുകളായി അവർ ഇത് ചെയ്തിരുന്നു? നമുക്കറിയാം, ഈ ആമേഴഞ്ചാൻ തോട്ട് പല ഭാഗങ്ങളിലും നമ്മൾ വീടുകൾ ഇപ്പോഴും ഉണ്ട്. വീടുകളിൽ അവർ താമസിക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെ കരയിൽ നിരവധി സാധാരണക്കാർ താമസിക്കുന്നു. അവരൊക്കെ ഈ ദുർഗന്ധവും ഈ മാലിന്യവും പേറി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. വൻകിടക്കാർ, വലിയ ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർ, നഗരത്തിൻ്റെ ഒരു മാലിന്യം മുഴുവൻ ഒരു ജനത താമസിക്കുന്ന അല്ലെങ്കിൽ അവർ ജീവിക്കേണ്ടി വരുന്ന ചുറ്റുപാടുകളിലേക്ക് ഒഴുക്കിവിടുന്ന ഒരു അവസ്ഥയുണ്ട്. അതിപ്പോഴും തുടർന്ന് ഒട്ടും സങ്കോചമില്ലാതെ, ഒട്ടും ധൈര്യക്കുറവില്ലാതെ അവർ ഇതൊക്കെ ഒരു വലിയ വിഭാഗം ആളുകൾ ചെയ്തിരുന്നു, വലിയ വിഭാഗം സ്ഥാപനങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും ഈ ആമേഴഞ്ചാൻ തോട്ടിലെ ഈ അന്ന് ജോയി മരിക്കാൻ ഇടയായ സ്ഥലത്ത് നമ്മൾ അതിൻ്റെ വശമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവിടെ ഇപ്പോഴും മാലിന്യങ്ങൾ രീതിയിൽ അടിഞ്ഞുകൂടി കിടപ്പുണ്ട്. ഇപ്പോഴും ഇത് നീക്കം ചെയ്യാൻ ഒരു തീരുമാനം റെയിൽവേയും സർക്കാരും തമ്മിൽ തർക്കമുണ്ടാകുന്നതിനപ്പുറത്തേക്ക് കൃത്യമായി ഇത് നീക്കം ചെയ്യാനുള്ളൊരു ധാരണ അല്ലെങ്കിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നത് വസ്തുതയാണ്. ഇപ്പോഴും തർക്കം നടക്കുകയാണ് അക്കാര്യത്തിൽ. ആരാണ് ഇത്, ഏത് റേഡിയേഷനാണോ റെയിൽവേ ആണോ ചെയ്യേണ്ട കാര്യത്തിലൊക്കെ വലിയ തർക്കങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഏതായാലും മാലിന്യങ്ങൾ പൂർണ്ണമായും നേരത്തെ ഉള്ളതുപോലെ ഒഴുകി വന്നില്ലെങ്കിൽ പോലും ഈ കനാൽ ഇപ്പോഴും മാലിന്യങ്ങൾ നിറഞ്ഞ് അടിഞ്ഞു കുടിക്കുന്ന അവസ്ഥ അതിൻ്റെ വശങ്ങളിലെങ്കിലും ഉണ്ട്. ഇതൊക്കെ എന്ന് വൃത്തിയാക്കുമെന്ന് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ പൈസ കൊടുത്ത് വീട്ടിൽ നിന്ന് മാസം തോറും അല്ലെങ്കിൽ കടകളിൽ നിന്നൊക്കെ ദിവസവും ആളുകൾ പണം കൊടുത്ത് മാറ്റുന്ന മാലിന്യങ്ങൾ എത്തേണ്ടിടത്തെത്തുന്നില്ല. പകരം ഈ ചുറ്റുപാടുകൾ തന്നെ വലിച്ചെറിയപ്പെടുന്നു. അതിന് പിന്നെ വലിയ മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് വസ്തുതയാണ്. അവർ എത്ര നാൾ ഇങ്ങനെ അടങ്ങിയിരിക്കും? നഗരസഭയുടെ പരിശോധനയിലും പോലീസിന്റെ ഇടപെടലുമൊക്കെ എത്ര അടങ്ങിയിരിക്കുമെന്ന് നമ്മൾ കണ്ടറിയണം. തുടർ ദിവസങ്ങളിലും ഇതിന്റെ തുടർച്ചയുണ്ടാകണം, പരിശോധന ഉണ്ടാകണം. ഇല്ലെങ്കിൽ സ്വാഭാവികമായും ഈ വഴി തന്നെ അവർ മാലിന്യ നിർമ്മാർജ്ജനത്തിന് എളുപ്പം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടൊരു വലിയ മാഫിയ, ഈ മാലിന്യം തള്ളുന്ന വലിയൊരു മാഫിയ തലസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു എന്നാണ് നമ്മുടെ ഈ കൃത്യമായ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാകുന്നത്. ഏതായാലും പരിശോധനകൾ വേണം, ശക്തമായി തന്നെ ഈ വിഷയത്തിൽ നടപടികൾ സ്വീകരിക്കുകയും വേണം. അല്ലെങ്കിൽ ആമയിഴഞ്ചാൻ തോടിന്റെ നമ്മൾ പലപ്പോഴായി റിപ്പോർട്ട് ചെയ്ത അവസ്ഥ തുടരും എന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിൽ പകർച്ചവ്യാധികളുടെ പൊട്ടിപ്പുറപ്പെടൽ ഉണ്ടാകാമെന്ന ഗുരുതര സ്ഥിതിയുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ ബി ഇക്ബാൽ ഉൾപ്പെടെയുള്ളവർ അഭിപ്രായപ്പെടുന്നത്. ഒരിക്കൽ കൂടി സംസ്ഥാനത്ത് നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം കോളറ വ്യാപനവും ഉണ്ടായി. എലിപ്പനി പടരുന്നതും വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. ഇതിൽ പല രോഗബാധയ്ക്കും മാലിന്യ വ്യാപനവും കാരണമാണ്. ഇങ്ങനെ പിന്നിൽ കാണുന്ന കാട്, ഈ കാടിനടിയിൽ നമുക്കാർക്കും കാണാനാകാതെ മറഞ്ഞുപോയ ഒന്നുണ്ട്. ഒരു കാലത്ത് തെളിനീരായി ഒഴുകിയിരുന്ന പാർവതി പുത്തനാർ. നമ്മുടെ മുഖ്യമന്ത്രി പലപ്പോഴും അഭിമാനത്തോടെ പറയുന്ന ഒരു പദ്ധതിയുണ്ട്, വൈകാതെ നടപ്പിലാക്കുമെന്ന് പറയുന്നത്. കോവളം കോട്ടപ്പുറം ദേശീയ ജലപാത, TS കനാൽ എന്നറിയപ്പെടുന്ന പാർവതി പുത്തനാറിൻ്റെ ഇന്നത്തെ അവസ്ഥയാണിത്. പലകുറി നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു. എന്നാൽ ആഴ്ചകൾ പിന്നിടുമ്പോഴേക്കും പാർവതി പുത്തനാറ് വീണ്ടും മാലിന്യവാഹിനിയായി മാറും. ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുമോ എന്നറിയാത്ത TS കനാൽ. ഇതിൽ കോവളം മുതൽ കൊല്ലം വരെയുള്ള 74 കിലോമീറ്റർ ജലപാത നിർമ്മിച്ചത് രാജഭരണകാലത്ത്. തിരുവിതാംകൂർ റീജന്റായിരുന്ന ഗൗരി പാർവതിഭായിയുടെ കാലത്ത് നിർമ്മിച്ചതിനാൽ പേര് പാർവതി പുത്തനാർ എന്നായി. ഇന്ന് ഒഴുക്ക് നിലച്ച് ദുർഗന്ധം വമിച്ച് മാലിന്യത്തിൽ മുങ്ങി ഊർദ്ധശ്വാസം വലിക്കുന്ന പാർവതി പുത്തനാർ. വള്ളക്കടവ് ഉൾപ്പെടെ ഭാഗങ്ങളിൽ ഭീകരമാണ് മാലിന്യത്തിന്റെ കാഴ്ചകൾ. ദേശീയ ജലപാതയുടെ ഭാഗമായി 183 കോടി രൂപ ചെലവിട്ട് പുത്തനാറിന്റെ കോവളം മുതൽ ആക്കുളം വരെയുള്ള 16 കിലോമീറ്റർ ശുചീകരിക്കുന്നുണ്ട്. എന്നാൽ വൃത്തിയാക്കൽ പൂർത്തിയാകുന്ന ഇടങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മാലിന്യപൂരിതമാകുന്നു. സിൽറ്റ് പുഷർ, ബർക്കി തുടങ്ങിയ യന്ത്രങ്ങൾ
ഉപയോഗിച്ച് മാലിന്യങ്ങളും പായലും നീക്കം ചെയ്തിരുന്നു. 1.5 മീറ്റർ ആഴം കൂട്ടി പരീക്ഷണാടിസ്ഥാനത്തിൽ ബോട്ട് ഓടിക്കുകയും ചെയ്തു. എന്നാൽ രാത്രികളിൽ ഇറച്ചി മാലിന്യം ഉൾപ്പെടെ വൻതോതിൽ പുത്തനാറിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. കോടികൾ ചെലവിട്ടുള്ള ശുചീകരണത്തിനപ്പുറത്തേക്ക് നടപടികൾ നീണ്ടില്ലെങ്കിൽ പുത്തനാറിന്റെ സൗന്ദര്യവൽക്കരണവും അതിലൂടെയുള്ള സ്വച്ഛമായ യാത്രയും സ്വപ്നം മാത്രമായി തുടരും. സന്തോഷ് മണക്കാടിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. നഗരത്തിലെ മാലിന്യവാഹിനിയായി ഒഴുകുന്ന നദികൾ, ഈ പറഞ്ഞതുപോലെയുള്ള തോടുകൾ പോലെയുള്ള സംവിധാനങ്ങൾ കാര്യക്ഷമമായ ഒരു ഇടപെടൽ വേണം. മാലിന്യങ്ങൾ തള്ളുന്നവരെ കൃത്യമായി തന്നെ പ്രോസിക്യൂട്ട് ചെയ്യണം. ശക്തമായ നടപടികൾ വേണം. അതാണ് ഈ റിപ്പോർട്ടുകളിലൂടെ വ്യക്തമാക്കാൻ ശ്രമിച്ചത്. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം.